നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബാഡ്മിൻ്റൺ ഷട്ടിൽ അസോസിയേഷൻ സെക്രട്ടറി രാകേഷ് ശേഖറാണ്. സാർ നമസ്കാരം. സാർ, ബാഡ്മിൻ്റൺ അസോസിയേഷൻ നടത്തുന്ന പ്രധാന ടൂർണമെൻറ്റുകൾ ഏതെല്ലാമാണ്? ഈ ടൂർണമെൻറ്റിൽ പങ്കെടുത്താൽ കുട്ടികൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് ഒന്ന് പറയാമോ? കേരള ബാഡ്മിൻ്റൺ ഷട്ടിൽ അസോസിയേഷൻ ഒരു കൊല്ലത്തെ ടൂർണമെൻറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കൊല്ലവും ഒരു മാർച്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ പബ്ലിഷ് ചെയ്യും. അതിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത് 11, അണ്ടർ 11, അണ്ടർ 13, അതിന് പറയുന്നത് സബ് ജൂനിയർ എന്നും, അണ്ടർ 15, അണ്ടർ 17 എന്നുള്ളത് ജൂനിയർ എന്നും, അണ്ടർ 19 മെൻ ആൻഡ് വിമന് ചേർത്തിട്ട് സീനിയർ എന്നും പറയും. അപ്പോൾ 3 ലെവലിലുള്ള ടൂർണമെൻറ്റ്സാണ്. ഓരോ ടൂർണമെൻറ്റിലും 2 ഏജ് കാറ്റഗറീസ്. ഇതേപോലെ തന്നെ ഓരോ ഏജ് കാറ്റഗറിയിലും ഈ 2 റാങ്കിങ് ടൂർണമെൻറ്റും ഒരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും. അപ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു കുട്ടിക്ക് 3 ടൂർണമെൻറ്റ് കളിക്കാൻ പറ്റും അയാളുടെ ഏജ് കാറ്റഗറിയിൽ. അതിൽ 2 റാങ്കിങ്ങും 1 സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും. ഈ ഓരോ ടൂർണമെൻറ്റും കളിക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് അവർ എവിടെയാണോ അവർ എത്തുന്നത്, അതായത് വിന്നറിന്, റണ്ണറിനോ, ഫസ്റ്റ് റൗണ്ട് ലൂസറിനോ, ഫസ്റ്റ് റൗണ്ട് വിന്നറിനോ, അതിനനുസരിച്ച് അവർക്ക് പോയിൻ്റ് നേടുകയും ഓരോ ടൂർണമെൻറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ പോയിൻ്റ് കേരള ബാഡ്മിൻ്റൻ്റെ വെബ്സൈറ്റായ kbsa.co.in എന്ന വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതുമാണ്. ഈ 3 ടൂർണമെൻറ്റുകൾ കഴിഞ്ഞിട്ട്, അതായത് ഇതിൻ്റെ പോയിൻ്റ് സ്ട്രക്ചറും റാങ്കിങ് ടൂർണമെൻറ്റിന് ഒരു ലെവൽ ഓഫ് പോയിൻറ്റ്സും സ്റ്റേറ്റ് ടൂർണമെൻറ്റിന് അതിനേക്കാളും കൂടുതൽ പോയിൻറ്റ്സുമാണ് ഏൺ ചെയ്യുന്നത് ഒരു പ്ലെയർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓരോ ടീമിനെയും സെലക്ട് ചെയ്യുന്നത് വളരെ ട്രാൻസ്പെയറൻ്റ് ആയിട്ട് ഈ പോയിൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വേറെ ഒരു അസോസിയേഷനിലും കഴിഞ്ഞ ഒരു കേരള ബാഡ്മിൻ്റൻ്റെ ചരിത്രത്തിൽ എനിക്കോട് കഴിഞ്ഞ ഒരു 15 കൊല്ലമായിട്ട് ഒരു കേസ് പോലുമില്ല സെലക്ഷൻ ട്രയൽസിന്. അത് കാര്യം ഈ രീതി ഓഫ് സെലക്ഷൻസ്, അതായത് ഒരു കുട്ടിക്ക് തന്നെ അറിയാം ലാസ്റ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എത്തുന്നതിന് മുമ്പേ അയാൾ എവിടെ നിൽക്കുന്നു, അയാൾ ടോപ്പ് 3യിൽ വരുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ അടുത്ത ടൂർണമെൻ്റ് ഫൈനൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ അയാൾ ആ കുട്ടി ഫൈനൽ വരെ എത്തുകയാണെങ്കിൽ ഞാൻ ടീമിൽ കയറും, ഞാൻ നേരത്തെ തോന്നുകയാണെങ്കിൽ ടീം. അപ്പം ഇതിലൊരു സെലക്ഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ തന്നെയും പ്യുവർലി മാത്തമാറ്റിക്കലായിട്ടുള്ള ഒരു കാൽക്കുലേഷനാണ് സ്റ്റേറ്റ് ടീമിന് ഉള്ളത്. ഒരു ഇൻഡിവിജ്വൽ ഗെയിം ആയതുകൊണ്ട് ബാഡ്മിൻ്റൺ അത് നടക്കുകയും ചെയ്യും. ആ രീതിയിൽ വളരെ ക്ലിയറായിട്ട് പോകുന്നതാണ് ടൂർണമെൻറ്റ് സ്ട്രക്ചർ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്. അതിനു മുമ്പേ കേരള സ്റ്റേറ്റ് ടീമിനുള്ള കോച്ചിങ് ക്യാമ്പുകൾ നടത്താറുണ്ട്. ഓരോ നാഷണൽസിന് മുമ്പേ കോച്ചിങ് ക്യാമ്പുകൾ നടത്താറുണ്ട്. പോയിട്ട് നമ്മൾ എല്ലാ കൊല്ലവും ടാലൻസിന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് മിനിമം 2 പേരെ നമ്മൾ ഇന്തോനേഷ്യയിൽ അയച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ കൊല്ലം 4 പേര് പോയി, കഴിഞ്ഞതിൻ്റെ മുമ്പേ കൊല്ലം 4 പേര് പോയി. അപ്പോൾ ഇങ്ങനെ ഇന്തോനേഷ്യയിൽ പോയ ചില കുട്ടികളാണ് ട്രീസ ജോളി, കിരൺ ജോർജ്, അരുൺ ജോർജ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ആ പീക്കിൽ നിൽക്കുന്ന പ്ലേയേഴ്സ് അവരെല്ലാം നമ്മുടെ ആ ഇന്തോനേഷ്യൻ ട്രെയിനിങ്ങിന് പോയിട്ടുള്ളവരാണ്. ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ കിട്ടിയിരിക്കുന്നത് നമ്മൾ 15 വയസ്സോ 16 വയസ്സിലാണ് നമ്മൾ വിടുന്നത്. അവരുടെ ആ ഏറ്റവും ആവശ്യമുള്ള ടൈമിലാണ് അവർക്ക് ആ ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പിൻ്റെ എക്സ്പോഷർ അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവാർഡ്സും പലതും നമ്മൾ വെച്ചിട്ടുണ്ട്. അടുത്ത കാലത്ത് അതായത് എല്ലാ കൊല്ലവും 10,000 റുപ്പീസിൻ്റെ 2 അവാർഡ് നമ്മുടെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ സാറിൻ്റെ അച്ഛൻ്റെ പേരിലുള്ള 2 അവാർഡ്, അതായത് 10,000 റുപ്പീസ് ഈച്ച് ഓരോ കുട്ടിക്കും. അത് 2 കുട്ടികൾക്ക് പ്രോമിസിങ് പ്ലെയേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെറിയ കാറ്റഗറിയിൽ കൊടുക്കുന്നു. അത് പോയിട്ട് എല്ലാ സ്റ്റേറ്റ് ചാമ്പ്യനും സിംഗിൾസില്ല, അതായത് ഇത് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു ഇതാണ്. ഇൻ ഫ്യൂച്ചർ ഡബിൾസിലും എല്ലാം കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ സിംഗിൾസിലെ വിന്നറിന് മാസം 2,000 രൂപ വെച്ച്, അപ്പം അതായത് 24,000 പെർ ഇയർ ഒരു സ്റ്റൈഫൻഡ് എന്നുള്ള രീതിയിൽ ക്യാഷ് ഇതും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് 14 കുട്ടികൾക്ക് അത് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഡബിൾസിൽ വരുമ്പോൾ അത് കൂടുകയും ചെയ്യും. ഇതേപോലത്തെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്.